നേരത്തെ വന്ന ചായ കിട്ടുന്ന ഒരു സ്ഥാപനമാണ്. കടികളും ഒക്കെ കൂടിയിട്ട് ഉഷാറായിട്ടാണ് ഞങ്ങൾ പോവുക. രാവിലെ വന്നിട്ട് രാത്രി വരെ ഇവിടുന്ന് ചായയും കുടിച്ചിട്ട്. നല്ലൊരു സ്ഥാപനം, കുറെ കൊല്ലം പഴക്കമുള്ള. ഞങ്ങളായിട്ട് വീടായിട്ട് ഭയങ്കര അടുപ്പുള്ള പിടിയത് കേട്ടാ. 60 കൊല്ലം കഴിഞ്ഞു. ഞാനായിട്ട് ബന്ധം, അപ്പനായിട്ട് വേറെ. ഗുരുവായൂർ തമ്പരാമ്പടി ജംഗ്ഷനില് 60 വർഷത്തിലും മീതെയായിട്ട് ചായക്കട നടത്തുന്ന ഒരു കുടുംബം, ദിവാകരേട്ടനും മണിച്ചേച്ചി. ഇവരുടെ അച്ഛനായിട്ട് തുടങ്ങിയിട്ടുള്ള കടയാണ് ഇപ്പൊ ഇവരാണ് നടത്തുന്നത്. നമ്മള് ഈ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ പറയുമ്പോ നല്ല സൂപ്പർ വിറകടുപ്പില് ഭക്ഷണം ചെയ്ത് അല്ലേ. എത്ര കാലമായി ഉണ്ടാവും? 80 വർഷത്തിന്റെ അടുത്തായി അച്ഛനായിട്ട് തുടങ്ങിയതാ. അച്ഛന്റെ പേര് അപ്പു. അന്ന് എന്തൊക്കെ ഉണ്ടായിരുന്നു? അന്ന് ഇത്രയും വിപുലമായിട്ടുള്ള രീതിയിലുണ്ടായിരുന്നു? കൂടുതലായിരുന്നു. ഇന്നിപ്പോ ഇവിടെ എന്തൊക്കെയാ മെയിൻ ആയിട്ട് എന്തൊക്കെ ഉണ്ടാവുക? ഇപ്പൊ ഇഡ്ഡലി ഉണ്ട്, വട ഉണ്ട്, പിന്നെ വെള്ളം എല്ലാം ഇവിടെ ഉണ്ടാക്കാണ്. പിന്നെ മറ്റുള്ളതൊക്കെ പരിപ്പോടിയും എല്ലാം, എണ്ണക്കടികളൊക്കെ, പൊറോട്ട അങ്ങനെയുള്ള ബാക്കി. പൊറോട്ട ഇപ്പൊ ഈ ഗ്യാസിന്റെ പ്രശ്നം കാരണം പൊറോട്ടക്കാരൻ പോയതുകൊണ്ട് ഇപ്പൊ പൊറോട്ട ഇല്ല. ഇവിടെ ഉച്ചക്ക് എന്തൊക്കെ ഉണ്ടാവും? ഉച്ചക്ക് ചോറ്, ഉച്ചക്ക് ഊണുണ്ട്, വറവുണ്ട്. കാരണം ഇവിടെ കഴിക്കാൻ വേണ്ടി മാത്രം അല്ലെ കുറെ ആൾക്കാരുണ്ട്. പാർസലിന് വരും, കൊടുക്കും. എന്തൊക്കെ കാലത്ത് എപ്പോ വരും? കാലത്ത് 4:45. വീട് കാവീട്. കുറേ പറമ്പിലാണ് വീട്. മക്കള് രണ്ടുപേരുണ്ട്. എന്തൊക്കെ ചെയ്യണവര്? ഒരാള് കല്യാണം കഴിച്ചു, ഒരാള് BSc നഴ്സിംഗ് പഠിക്കുന്നു. അല്ല, നമുക്ക് വന്നു മുതലുള്ള കഷ്ടപ്പാടാന്ന് പറയാം. ഒരു സുഖം നമുക്കില്ല. വീട്ടില് പോയാലും അവിടെ 2 നാത്തുമാര് വയ്യാത്തവരാ, മാനസിക അസുഖമുള്ളവരെ പെങ്ങന്മാര്. ഇയാളുടെ ഒരു പെങ്ങളുടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ അവരെ നോക്കാനും കാര്യങ്ങൾക്കൊക്കെ നമ്മളെ പീടിയെന്ന് കിട്ടിയിട്ട് വേണം കാര്യങ്ങളൊക്കെ ചെയ്യാന്. അപ്പൊ സഹായിക്കാനൊന്നും ആരില്ല. ഞങ്ങളെ കഷ്ടപ്പാട് കൊണ്ട് ഇങ്ങനെ കുടുംബം ജീവിച്ചു പോവാന്ന് മാത്രം. അങ്ങനെയാണ് കാര്യങ്ങള്. സന്തോഷമൊന്നുമില്ല. അവര് നമ്മളെ കൊണ്ട് നമുക്ക് കുഴപ്പമില്ല. നമ്മളങ്ങോട്ടും കുഴപ്പത്തിന് പോലെ. നമ്മളെ ഈ പാതിര വരെ ഇവിടെ പണി ചെന്ന് കുളിച്ച് ഊണ് കഴിച്ച് കിടന്നുറങ്ങാം. പിന്നെ 3:45 എണീക്കും രാവിലെ. എന്നിട്ട് ഇങ്ങോട്ട് വരേണ്ട കാര്യം നോക്കണ്ടേ. എന്നിട്ട് വന്നാ പണി തന്നെ. പഠിപ്പിക്കുന്നുണ്ട്. അവൾക്ക് അതിനോട് താല്പര്യം. മോൾക്ക്, രണ്ടാമത്തോൾക്ക് അത് മതിന്ന് പറഞ്ഞിട്ടാണ് അവള്. അപ്പൊ അതില് ചേർത്തിണ്ട്. ഇപ്പൊ 3-ാം വർഷമായി. ഇതുവരെ കുഴപ്പമൊന്നുമില്ലാണ്ട് ഞങ്ങള് ലോണൊന്നും കൊടുക്കാണ്ട് പണി കുറിയൊക്കെ അടച്ചിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് പോയിണ്ട്. ഇപ്പൊ അവൾക്ക് ഡ്രൈവിംഗ് പഠിക്കണം എന്നിട്ട് അതിന് പോണ്ട് ഇന്നോട്ടിട്ട് നിലവിട്ടിട്ട് അങ്ങനെയൊക്കെ എത്തിപ്പോയിണ്ട് ഇതുവരെ. അതുപോലെ എത്തുന്നു വിചാരിക്കുന്ന. ദൈവം അവധി തന്നാ മതി. അവളെ കോഴ്സ് കഴിയാനും നല്ലൊരു സംഖ്യ വരില്ലേ. അങ്ങനെയൊക്കെ ഉള്ളൊരു വിഷമങ്ങളുള്ള, അല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ മോള് പറയാം, അമ്മ കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അച്ഛനെ കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ആള് ഒരു കള്ളുടിക്കുക, അടിക്കുക, അങ്ങനെ ഒരു ദുശീലൊന്നും ആൾക്കൂല്ല. ഉള്ളത് കൊണ്ട് ഉള്ള ജീവിതങ്ങൾ ഞങ്ങള് നന്നായി ജീവിക്കില്ല. ആ പെൺകുട്ടികൾ 2 പെങ്ങന്മാരാണുള്ളത് വയ്യാത്തവരെ. പിന്നെ ഒരു പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല. അവർക്ക് 3 ആൺപിള്ളേര്. അവർക്ക് സുഖം. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് ജീവിച്ചു പോകണം ഞങ്ങള്. ആരെയും ആശ്രയിക്കാണ്ട് നമ്മള് പണിയെടുക്കണത് ഒരു രസമല്ലേ. അങ്ങനെ ജീവിക്കണം. അതാണ് നമ്മക്കും താല്പര്യം. നമ്മക്ക് വെറുതെ ഇരിക്കണതൊന്നും ഇഷ്ടമൊന്നുമില്ല. ഉള്ളോടം കൊണ്ട് പണിയെടുക്കുക, ജീവിക്കുക. നല്ല ഫുഡാണ് ഇവിടുത്തെ. നല്ല ഫുഡാണ്, സൂപ്പറാണ്. ഞാൻ ഇവിടുന്ന് സ്ഥിരമാണ് കഴിക്കുന്നത്. ഇവിടുന്ന് ഇപ്പോൾ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് വറുത്തമീനും ഇതൊക്കെ നല്ല ടേസ്റ്റാണ് ഇവിടുന്ന്. ഈ പ്രദേശത്തുള്ള എല്ലാവരും ഈ ഭാഗത്ത് ഇവിടെ തന്നെയാണ് കഴിക്കുക. കുഴപ്പമില്ലാത്ത കടയാണ്. ചായയും കുഴപ്പമില്ല, അടിപൊളി ചായയാണ്. വയസ്സായ ചേച്ചിയും വയസ്സായ ചേട്ടനാണ് ചായക്കട നടത്തുന്നത്. ദിവാകരേട്ടന്റെയും മണിച്ചേച്ചിയുടെയും ജീവിതത്തെ കാണുമ്പോൾ ശരിക്കും നിസ്സാര കാരണങ്ങൾ പറഞ്ഞിട്ട് പണിക്ക് പോവാതെയും ജീവിതം നശിപ്പിക്കുന്ന അനേകം ആളുകൾ, അവരുടെ ഇടയില് വേറെ ഒന്നിനും പറ്റി ചിന്തിക്കാതെ സന്തോഷത്തോടെ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുന്ന ഈ ഒരു കുടുംബം, ആ കുടുംബത്തിന് വലിയ ബിഗ് സല്യൂട്ട്.